അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ചില സമയങ്ങളിൽ തുടിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തുടിച്ചാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ തുടിച്ചാൽ അള്ളാഹുവിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചില അവയവങ്ങൾ തുടിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും, സാമ്പത്തിക ഉയർച്ചയുണ്ടാകും, സന്തോഷം, സമാധാനം ഇതൊക്കെയും നമുക്ക് വന്നു ചേരും. മാത്രമല്ല, ചില അവയവങ്ങൾ തുടിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ വരാൻ പോകുന്നു, വലിയ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, അപകടങ്ങൾ വരാൻ പോകുന്നു എന്നും അതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ തുടിക്കുന്നത് കൊണ്ട് എന്താണ് അതിനെ സൂചിപ്പിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവവും അത് നമ്മുടെ റൂഹുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചതിൽ സൃഷ്ടിചരാചരങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അത് മനുഷ്യരാണ്. വളരെ മനോഹരമായിട്ടാണ് മറ്റു സൃഷ്ടികളെ അപേക്ഷിച്ച്, ജീവജാലങ്ങളെ അപേക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർക്ക് ഒരുപാട് കഴിവുകൾ നൽകിയിട്ടുണ്ട്. മനുഷ്യൻ്റെ അത്ര ബുദ്ധിശക്തിയുള്ള ഒരു ജീവിയെയും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകത്ത് പടച്ചിട്ടില്ല. മാത്രമല്ല, ഈ ഭൂമി ലോകം തന്നെ പടക്കാൻ കാരണം മനുഷ്യനാണ്. അത് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരണമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമി ലോകം തന്നെ സൃഷ്ടിച്ചത്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച മനുഷ്യരുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ തുടിക്കുന്നതും അത് അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന പല കാര്യങ്ങളെയും സൂചിപ്പിച്ചുകൊണ്ടാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ തലയുടെ മുൻഭാഗം, അതായത് നെറ്റിയുടെ ഭാഗം തുടിക്കുന്നത് അത് ഇസ്സത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് ഇങ്ങനെ ആർക്കെങ്കിലും അവരുടെ നെറ്റി തുടിച്ചാൽ അവർക്ക് പിന്നീട് അവരുടെ അഭിമാനം വർദ്ധിക്കും, അവർക്ക് ഉയർച്ചയുണ്ടാകും, എല്ലാ കാര്യങ്ങളിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിജയം നൽകും. ഇനി ഒരു മനുഷ്യൻ്റെ തലയുടെ പിൻഭാഗം തുടിച്ചാൽ, പിൻഭാഗം അനങ്ങിയാൽ അവനിക്ക് ദുഃഖം വരാൻ പോകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ദുഃഖമുണ്ടാകുന്ന, മനസ്സമാധാനം നഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നതാണ് തലയുടെ പിൻഭാഗം തുടിച്ചാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ്റെ തലയുടെ വലത് ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സന്തോഷം വരാൻ പോകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി, നമ്മൾ എന്തെങ്കിലും കേസിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കേസ് നടക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിലൊക്കെയും വിജയം ഉണ്ടാകും എന്നുമാണ് നമ്മുടെ തലയുടെ വലത് ഭാഗം തുടിച്ചാൽ നടക്കാൻ പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ തലയുടെ ഇടത് ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് വെറുക്കപ്പെടുന്ന കാര്യങ്ങൾ വരാൻ പോകുന്നു. അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത, അവർ ആഗ്രഹിക്കാത്ത, മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മഹത്തുക്കളായ പണ്ഡിതന്മാരായ ഉലമാക്കൾ പറയുന്നത്, നമ്മുടെ നെറ്റിയുടെ വലത് ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കടങ്ങളും വീടും, മാത്രമല്ല നമുക്ക് ധാരാളം സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകാൻ പോകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും നെറ്റിയുടെ വലത് ഭാഗം തുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകാൻ പോകുകയാണ്.
ഇനി ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ പിരികത്തിൻ്റെ നടുഭാഗം മധ്യഭാഗം തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഖൈർ നൽകാൻ പോകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ വലതു പുരികം തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല റിസ്കിൽ വിശാലത ചെയ്യും. ദാരിദ്ര്യമുണ്ടാകില്ല, കടങ്ങൾ ഉണ്ടാകില്ല. അവൻ്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യും, അവൻ്റെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാകും എന്നതാണ് ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ വലതു പുരികം തുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. എന്നാൽ മഹാന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഇടത് പുരികം തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വിഷമം നൽകാൻ പോവുകയാണ്, ദാരിദ്ര്യം നൽകാൻ പോവുകയാണ്. അവനിക്ക് സമാധാനം അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ തുടങ്ങുകയാണ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ വലത് കണ്ണ് തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സങ്കടം വരാൻ പോവുകയാണ്, അവൻ്റെ സമാധാനം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു മനുഷ്യൻ്റെ കൺപോള തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സമ്പത്തുണ്ടാകും, അവൻ്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും, അവൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടാകും, ജീവിതത്തിൽ സമാധാനമുണ്ടാകും. മാത്രമല്ല എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അവനിക്ക് അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കുന്നതുമാണ്. ഇനി ഒരു മനുഷ്യൻ്റെ ഇടത് കണ്ണിൻ്റെ പോള തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടും. അവന് എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതൊക്കെയും അവന് തിരികെ ലഭിക്കും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരാളുടെ വലതുഭാഗത്തുള്ള കണ്ണിൻ്റെ താഴെയുള്ള പോള തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സമാധാനം വരുന്നു, അവനിക്ക് സന്തോഷം വരുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇടത് കണ്ണിൻ്റെ താഴത്തെ പോള തുടിച്ചു കഴിഞ്ഞാൽ അവനിക്ക് സമൂഹത്തിൽ ജനങ്ങൾക്കിടയിലൊക്കെ സ്വീകാര്യത ലഭിക്കും, ഒരുപാട് ആളുകൾ അതിഥിയായി സ്വീകരിക്കപ്പെടും, ഉന്നത സ്ഥാനങ്ങളൊക്കെ ലഭിക്കും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി മൂക്കിൻ്റെ വലതു ഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അവൻ രോഗിയാണെങ്കിൽ അവനിക്ക് ആ രോഗത്തിൽ നിന്നും ശിഫ ലഭിക്കും. മാത്രമല്ല ആരെങ്കിലുമായിട്ട് തർക്കത്തിലാണെങ്കിൽ, പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ അതൊക്കെയും പരിഹാരമാകും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ മൂക്കിൻ്റെ വലതുഭാഗം തുടിച്ചു കഴിഞ്ഞാൽ പരിഹാരമാകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഒരാളുടെ മൂക്കിൻ്റെ ഇടതുഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറിക്കിട്ടും, അവൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നിറവേറിക്കിട്ടുമെന്നാണ് മഹാന്മാരായ ഉലമാക്കൾ പറയുന്നത്. ഇനി ഒരാളുടെ വലത് ചെവി തുടിച്ചാൽ അവനിക്ക് സന്തോഷത്തിൻ്റെ, ബർക്കത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നതിൻ്റെ സൂചനയാണ്. ഇനി ഇടത് ചെവിയാണ് തുടിക്കുന്നതെങ്കിൽ അതും സന്തോഷത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ സൂചനയാണ്. അതായത് സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും, സന്തോഷ വാർത്തകൾ അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് വന്നു ചേരും എന്നാണ്. ഇനി ഒരാളുടെ വലത് കവിളാണ് തുടിക്കുന്നതെങ്കിൽ അത് അവൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് രോഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ല ആരോഗ്യം വർദ്ധിക്കും എന്നതാണ്. മാത്രമല്ല എല്ലാ ശത്രുക്കളിൽ നിന്നും അവർക്ക് രക്ഷ ലഭിക്കും എന്നതുമാണ്. ഇനി ഇടത്തെ കവിൾത്തടമാണ് തുടിക്കുന്നതെങ്കിൽ പ്രയാസമാണ്, എന്നാൽ ആ പ്രയാസം കൊണ്ട് നിരാശപ്പെടേണ്ട, ആ പ്രയാസം വളരെ വേഗം അകന്നു പോകും എന്നുമാണ്. മാത്രമല്ല രോഗങ്ങൾ വരും, എന്നാൽ ആ രോഗം വളരെ വേഗം ശിഫയാകും. അപ്പോൾ ഇടത്തെ കവിൾത്തടം നമുക്ക് തുടിക്കുന്നത് കൊണ്ട് പ്രയാസമാണെങ്കിലും ആ പ്രയാസം വളരെ വേഗം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും എടുത്തു കളയും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, നമ്മുടെ മുകളിലത്തെ ചുണ്ട് തുടിച്ചു കഴിഞ്ഞാൽ ആളുകളുമായിട്ട് വഴക്കുണ്ടാകും, എന്നാൽ ആ വഴക്ക് വളരെ വേഗം പരിഹരിക്കുകയും ചെയ്യും. മാത്രമല്ല മുകളിലത്തെ ചുണ്ട് തുടിച്ചു കഴിഞ്ഞാൽ ഖൈറുണ്ടാകും, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ സമ്പത്ത് വരാൻ കാരണമാകുമെന്നും മഹാന്മാരായ ഉലമാക്കൾ പറയുന്നുണ്ട്. ഇനി താഴത്തെ ചുണ്ട് തുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ഐശ്വര്യമുണ്ടാകും, നമ്മുടെ കടങ്ങളൊക്കെ വീട് കിട്ടും, ദാരിദ്ര്യമുണ്ടാകില്ല, നമ്മുടെ സമ്പത്തിൽ ബർക്കത്തുണ്ടാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴുത്ത് തുടിച്ചു കഴിഞ്ഞാൽ, തലഭാഗം കഴിഞ്ഞു, ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷെറുണ്ടാകും. മാത്രമല്ല സമ്പത്ത് വന്നു ചേരും. അതുപോലെ ചെറിയ ചെറിയ പ്രയാസങ്ങളും ഉണ്ടാകും. എന്നാൽ കഴുത്തിൻ്റെ പിൻഭാഗം, അതായത് പിരടി ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഷെറാണ്, വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് വരിക. മാത്രമല്ല അവനെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അവനെ വെറുക്കപ്പെടുകയും ചെയ്യും. ഇനി ഒരാളുടെ വലത് തോൾ തുടിച്ചു കഴിഞ്ഞാൽ ബറക്കത്തുണ്ടാകും, ഉന്നമനമുണ്ടാകും. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. എന്നാൽ ഇടത് തോളാണ് തുടിക്കുന്നതെങ്കിൽ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് യാത്ര പോകാനും അവിടെ തങ്ങാനും അവിടെ താമസമാക്കാനും സാധ്യതയുണ്ട്. ഇനി ഒരാളുടെ വലത് കൈ തുടിച്ചാൽ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സമ്പത്ത് വർദ്ധിക്കും, അതുപോലെ ജീവിതത്തിൽ നല്ല ഉയർച്ചയുണ്ടാകും എന്നതുമാണ്. ഇനി ഇടത് കൈയാണ് തുടിക്കുന്നതെങ്കിൽ സമ്പത്തുണ്ടാകും, എന്നാൽ ആ സമ്പത്ത് ഹലാലായ സമ്പത്തായിരിക്കും. ഇനി ഒരാളുടെ നെഞ്ച് തുടിച്ചു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ വലത് നെഞ്ച് തുടിക്കുകയാണെങ്കിൽ അതുകൊണ്ടുള്ള സന്തോഷം, നമുക്ക് രോഗങ്ങൾക്കുണ്ടെങ്കിൽ ആ രോഗം വളരെ വേഗത്തിൽ ശിഫയായി കിട്ടും. ഇനി ഇടത് നെഞ്ചാണ് തുടിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ സഹോദരന്മാർ, നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മൾ കണ്ടുമുട്ടും എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ കയ്യിൻ്റെ വലത് മുട്ട് തുടിച്ചാൽ അത് സന്തോഷമാണ്. എന്നാൽ ഇടത് കൈമുട്ട് തുടിച്ചാൽ അത് ദുഃഖമാണ് സൂചിപ്പിക്കുന്നത്. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വലത് കൈയിൻ്റെ പള്ളഭാഗം തുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പൈസ ഉണ്ടാകും, പൈസ നമ്മുടെ കയ്യിൽ വന്നു ചേരും എന്നാണ്. എന്നാൽ ഇടത് കൈയിൻ്റെ പള്ളഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അവനിക്ക് ബുദ്ധിമുട്ടും വിഷമവും പ്രയാസവും കടന്നു വരുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. ഇനി നമ്മുടെ പൊക്കിൾ ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നതെങ്കിൽ ആ വലിയ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കും. അതാണ് പൊക്കിൾ ഭാഗം തുടിക്കുന്നത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ വലത് കാലിൻ്റെ തുട തുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗം വരും എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ആ രോഗം വളരെ വേഗം ശിഫയാകും എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇടതുകാലിൻ്റെ തുടയാണ് തുടിക്കുന്നതെങ്കിൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കും എന്നാണ് അതിൻ്റെ സൂചന. ഇനി വലതുകാലിൻ്റെ മുട്ടിൻ്റെ അടിഭാഗം തുടിച്ചു കഴിഞ്ഞാൽ, അതായത് മുട്ടിൻ്റെ അടിഭാഗത്തുള്ള മസിൽ ഭാഗം തുടിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ ഉന്നത സ്ഥാനമുണ്ടാകും. നിങ്ങളുടെ വാക്കുകളൊക്കെ ജനങ്ങൾ പരിഗണിക്കുകയും ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യത ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇടതുകാലിൻ്റെ മുട്ടിൻ്റെ അടിയിലുള്ള മസിലാണ് തുടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു യാത്ര പോകാൻ സാധ്യതയുണ്ട്, ഒരു ദീർഘയാത്ര സാധ്യതയുണ്ട് എന്നാണ് അതിൻ്റെ സൂചന. ഇനി ഒരാളുടെ വലതുകാലിൻ്റെ ഞെരിയാണി ഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അവർക്ക് സന്തോഷം വരാൻ പോകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇടതുകാലിൻ്റെ ഞെരിയാണി ഭാഗമാണ് തുടിക്കുന്നതെങ്കിൽ അവർക്ക് സമ്പത്ത് ധാരാളം അധികരിക്കും എന്നുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു യാത്രക്ക് സാധ്യതയുണ്ടാകുമ്പോഴാണ് നമ്മുടെ വലതുകാലിൻ്റെ ഉപ്പുറ്റി, അതുപോലെ ഇടതുകാലിൻ്റെ ഉപ്പുറ്റി നമുക്ക് തുടിക്കും. അതുപോലെ കാലിൻ്റെ അടിഭാഗം, കാൽപാദം ഇതൊക്കെയും തുടിക്കുന്നത് നമുക്ക് യാത്രക്കുള്ള സാധ്യത കൂടുതലാണ് എന്നാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രചിച്ച പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും തുടിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും മരിക്കുന്നത് വരെ നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും നാം എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.